പക്ഷെ ഞാൻ IAS എന്ന് പറയുന്ന കരിയർ എടുത്തതിൽ അതീവ സന്തുഷ്ടനാണ്. കാരണം അതിന് രണ്ട് ഘടകമുണ്ട്. ഒന്ന്, എൻ്റെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകളെ ചൂഷണം ചെയ്യാൻ കഴിയുന്ന ഒരു പൊസിഷനാണ്. ഒന്ന്, നമ്മുടെ ഫോർ എക്സാമ്പിൾ നമ്മുടെ പരിമിതമായ കമ്മ്യൂണിക്കേഷൻ സ്കില്ല്, എഴുതാനുള്ള സ്കില്ല്, ഓർഗനൈസ് ചെയ്യാനുള്ള സ്കില്ല്, റിസ്ക് എടുക്കാനുള്ള എബിലിറ്റി, മറ്റുള്ളവരെ ഡയറക്റ്റ് ചെയ്യാനുള്ള എബിലിറ്റി, അക്കാര്യത്തിൽ ഞാൻ ചൂസ് ചെയ്ത കരിയർ. എനിക്ക് വേണമെങ്കിൽ എൻ്റെ മാസ്റ്റേഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നേരെ ഒരു വിദേശ യൂണിവേഴ്സിറ്റിയിൽ പ്രൊഫസറായിട്ട് പോകാറ്. ഞാനൊരു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷനിൽ ബയോടെക്നോളജിയിൽ PG ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന 4 പേര് ഇന്ന് വിദേശ സർവകലാശാലയിൽ താങ്കളെ സംബന്ധിച്ച് സാമ്പത്തികമായിട്ട് ഒരു പക്ഷേ ഇതിനേക്കാളും ലാഭം അതായിരുന്നു. അത്രയോ ഫുൾ പ്രൊഫസറിന്റെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന നന്ദകുമാർ ഇപ്പൊ മിനസോട്ടയിലോ മറ്റോ ഫുൾ പ്രൊഫസറാണ് ബയോടെക്നോളജിയുടെ. അവർക്ക് വളരെ വെൽ പൊസിഷനാണ്. അന്ന് ഇത് ഓപ്റ്റ് ചെയ്തു വന്നു. അതിലെനിക്ക് ഒരു നിരാശയില്ല. എനിക്ക് ഈ പറയുന്ന പോലെ ഈ KSEB പോലെ ഫ്രീക്വന്റ് ആയ ട്രാൻസ്ഫേഴ്സ് അല്ല എനിക്ക് സർവീസിൽ ഉണ്ടായിട്ടുള്ളത്. ഞാൻ വൈദ്യുതി മേഖലയിൽ പവർ സെക്രട്ടറി ആയിട്ടും KSEBയുടെ കൂട്ടിയാൽ ഏതാണ്ട് 3.5-4 കൊല്ലത്തോളം ഉണ്ടായിരുന്നു. ജലവിഭവ മേഖലയിൽ 3 കൊല്ലം ഉണ്ടായിരുന്നു. ഇപ്പൊ കാർഷിക മേഖലയിൽ മൊത്തം 12 കൊല്ലം സർവീസ് ഉണ്ട്. വെറ്ററിനറി യൂണിവേഴ്സിറ്റിയും കൂടെ എടുത്തു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തന്നെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെന്റിൽ പല സ്പെല്ലിൽ ജലവിഭവത്തിലും അഗ്രികൾച്ചറിലും എല്ലാം കൂടെ കൂട്ടിയാൽ തന്നെ വലിയ ടെന്യൂഴ്സ് എന്ന് വെച്ചാൽ ജലനിധി ID ആയിട്ട് 4 കൊല്ലം വരുന്നു. TM ജേക്കബായിട്ട് ഒരു പ്രശ്നമില്ലായിരുന്നു. ആദ്യം ചില്ലറ അഡ്ജസ്റ്റ്മെന്റ് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അല്ല, TM ജേക്കബിന്റെ ഗുണമുണ്ട്. ആളെ മനസ്സിലാക്കിയാൽ ഇത്ര മനോഹരമായിട്ട് ആളുമായിട്ട് ഒത്തുചേർന്ന് പോകുന്ന വേറൊരു മന്ത്രി. എനിക്ക് അത്രയും കമ്മ്യൂണിക്കേഷൻ കിട്ടിയ വേറൊരു മിനിസ്റ്റർ ഇല്ല. ആദ്യത്തെ 6 മാസം ഞാൻ സബ് ഡിവിഷനിൽ നിന്ന് വന്നപ്പോൾ ഞാൻ വളരെ റോ ആയിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് ഒരു രീതിയുണ്ട്. അദ്ദേഹത്തിന്റെ പക്ഷെ ഇത്രയും ഓണസ്റ്റ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വേറൊരു മിനിസ്റ്റർ ഞാൻ കണ്ടിട്ടില്ല. വെരി ക്വിക്ക് മാൻ. അപ്പൊ നമ്മളെ അടുത്ത് എന്തോ വേണമെന്നുള്ള അദ്ദേഹത്തിന് അറിയാം. നമ്മൾ ഈൽഡ് ചെയ്യോ എന്നുള്ളത് അദ്ദേഹത്തിന് അറിയാം. അദ്ദേഹത്തിന് അതിൻ്റെ ഒരു നാക്കുണ്ട്. അദ്ദേഹം എന്നെ 6 മാസം കൊണ്ട് നല്ലപോലെ അസസ് ചെയ്തു. അതിനുശേഷം അദ്ദേഹം മറ്റുള്ളവരോട് പറഞ്ഞു, അയാളുടെ പാട്ടിന് വിട്ടേക്ക്, അയാൾ വർക്ക് ചെയ്തോളൂ. ഡോണ്ട് ജസ്റ്റ് ഇന്റർഫിയർ വിത്ത് ഹിം, ഹി വിൽ ഗിവ് ദ റിസൾട്ട്സ്. നല്ല വർക്ക് ചെയ്തോളൂ. നമുക്ക് എന്തെങ്കിലും പ്രശ്നമുള്ളപ്പോൾ നിങ്ങൾ എൻ്റെ അടുത്ത് പറഞ്ഞാൽ മതി. പിന്നെ എന്ത് സജഷൻ ഉണ്ടെങ്കിലും ഹി വിൽ ടാക്ടിക്കലി പുട്ട് ഇറ്റ് ടു മീ. എന്റെ മൈൻഡ് അറിഞ്ഞിട്ട് ഞാൻ റെസിസ്റ്റ് ചെയ്യില്ലെന്നുണ്ടെങ്കിൽ മാത്രമേ പ്രഷറൈസ് ചെയ്യത്തുള്ളൂ. എന്നിരുന്നാലും ഒരു സ്റ്റേജിൽ ഒരു പ്രായഭിന്നത ഉണ്ടായി. ഒരാളൊരു കലക്കുണ്ടാക്കി അതിനകത്ത് കയറിയിട്ട്. അപ്പോൾ അദ്ദേഹം ഈ ജലനിധി പ്രോജക്റ്റിലെ കുറെ ഡെപ്യൂട്ടേഷൻ സ്റ്റാഫിനെ ഏകപക്ഷീയമായിട്ട് അദ്ദേഹം പിൻവലിച്ചു കളഞ്ഞു. അപ്പൊ അത് ഈ വേൾഡ് ബാങ്കിന്റെ റിവ്യൂ വരുന്നതിന് തൊട്ട് മുമ്പാണ്. അപ്പൊ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, ബീങ് എ വെരി ഓണസ്റ്റ് സ്ട്രേറ്റ് ഫോർവേഡ് മാൻ, ഓണസ്റ്റ് ഇൻ കമ്മ്യൂണിക്കേഷൻ, ഞാൻ നേരെ അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ റെസിഡൻസി കയറി ചെന്നു. അപ്പൊ അന്നൊരു റിട്ടയർ ചെയ്ത DGP തിരുപ്പുണ്ട്, അലക്സാണ്ടർ ജേക്കബാണെന്ന് എൻ്റെ ഓർമ്മ, സീനിയർ അലക്സാണ്ടർ. അപ്പൊ അദ്ദേഹം ഒരു 10 മിനിറ്റ്. അപ്പൊ അദ്ദേഹം പുറത്തേക്ക് വന്നു, അയ്യോ അശോക് വെയിറ്റ് ചെയ്തല്ലോ എന്ന് പറഞ്ഞ കാത്തുകൊണ്ടിരുത്തി. അപ്പൊ ഞാൻ ഇച്ചിരി വികാരഭരിതനാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ജലനിധിയിൽ 3 കൊല്ലമായിട്ട് വലിയ കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നു എന്നുള്ളത് അദ്ദേഹം എന്നെ പിന്തുണച്ചില്ല. ഒരു ക്രൂഷ്യൽ മൊമെന്റിൽ എനിക്കെതിരല്ല, എൻ്റെ സെക്കൻഡ് ലെവൽ സ്റ്റാഫിനെയൊക്കെ അങ്ങ് പിൻവലിച്ചു. 2-3 പേരെ നല്ല വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. അപ്പൊ ലോകബാങ്കിന്റെ ടീം തിങ്കളാഴ്ച വരാതിരിക്കുമ്പോൾ അതിന്റെ തലേ ദിവസം ചെയ്തുകൊണ്ടിരുന്ന ആളിനെ പിൻവലിക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ് വിൽ സെൻഡ് എ റോങ് മെസ്സേജ്. അപ്പൊ ഞാൻ ചെന്നിരുന്നിട്ട് പറഞ്ഞത് ഇതാണ്, സാർ 2.5-3 വർഷമായിട്ട് ഞാൻ പ്രോജക്ട് ഡയറക്ടറാണ്. സാറിന് എൻ്റെ സേവനം മതിയായെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് മുന്നോട്ട് പോകണമെന്നില്ല. അതുകൊണ്ട് സാർ CM-നോട് പറഞ്ഞ് ഈ ആഴ്ച എനിക്കൊരു മാറ്റം തരണം എന്ന് പറഞ്ഞു. ഇത് കേട്ടപാടെ TM ജേക്കബ് വാസ് ടേക്കൺ അബാക്ക്. എന്താ പ്രശ്നം, എന്താ വാട്ട് ഈസ് ദ. അപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ ഡെപ്യൂട്ടേഷൻ സ്റ്റാഫിനെ പ്രോജക്റ്റിനെ വിലയിരുത്തുന്നതിന് 24 മണിക്കൂർ മുമ്പ് സാർ പിൻവലിച്ചാൽ എന്നെ ഒരു ഫൂളാക്കുന്ന പോലെ. വാട്ട് വിൽ ഐ എക്സ്പ്ലെയിൻ ടു ദം? അത് അവരെ പറ്റി അതൊക്കെ ചുമ്മാതാ. അയാൾ ഒരാളോടൊരു വിരോധം തീർത്താ പുള്ളി. എന്നോട് പറഞ്ഞു, ചില പരാതികൾ ഉണ്ടായിരുന്നു നിങ്ങളടുത്തത് എനിക്ക് പറയാൻ കഴിഞ്ഞിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പകരം നല്ല സ്റ്റാഫിനെ തരാം. ഞാൻ പറഞ്ഞു, സാർ പകരം സ്റ്റാഫിനെ ഒന്നും തരണ്ട. ഐ വുഡ് ഓൾസോ ലൈക്ക് ടു ലീവ് ആഫ്റ്റർ 2 വീക്സ്. പക്ഷേ സാർ ഒരു കാര്യം ചെയ്യും, ഈ ഡെപ്യൂട്ടേഷനോട്ടൊന്ന് ഫ്രീസ് ചെയ്ത് തന്നാൽ മതി. അടുത്ത മാസം അവർ പോയിക്കോട്ടെ, സാർ എന്നെ മാറ്റിക്കോ, ബുദ്ധിമുട്ടാണ് ഇങ്ങനെ പോകാൻ. എന്നിട്ട് ഞാൻ പറഞ്ഞു, സാറിന് എന്നോട് എന്തോ നീരസമുണ്ട്, അത് എന്താണെന്ന് എനിക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നില്ല. രണ്ടായാലും എനിക്കത് പറയാൻ പറ്റുന്നില്ല. ഐ ഹാവ് ഗിവൺ മൈ ബെസ്റ്റ്. ആ നിമിഷം അദ്ദേഹം പ്ലേറ്റ് അങ്ങ് മാറ്റി. അശോക്, ഞാൻ എത്ര IAS ഓഫീസർമാരുമായിട്ട് വർക്ക് ചെയ്തിരിക്കുന്നു, ഒരാളോട് ഞാൻ പിണങ്ങി പോയിട്ടില്ല. നിങ്ങളെയും പിണങ്ങി വിടാൻ ഞാൻ സമ്മതിക്കുകയില്ല. ബെല്ലടിച്ചു, ഫയൽ തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ റിസ്റ്റോർ ചെയ്തു. പിന്നെ ഞങ്ങൾ 2 കൊല്ലം ഓടി. അങ്ങനെയാണ്. പോയിന്റ് ഈസ്, ഇത്രയും ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഡീലിംഗ്. ഞാനൊരു നിങ്ങൾക്ക് അഹിതമായിട്ടൊന്ന് ചെയ്തു. പക്ഷെ ഇഫ് യു ആർ വെരി അപ്സെറ്റ് അബൌട്ട് ഇറ്റ്, അനുരഞ്ജനം ഉണ്ടല്ലോ, ഇഫ് യു ആർ അപ്സെറ്റ് അബൌട്ട് ഇറ്റ്, യു ആർ എ യങ് മാൻ, യു ആർ ആംശികമായിട്ട് ഞാനൊരു കാര്യം പറയാം. താങ്കൾക്ക് അറിയാം, അതായത് താങ്കളുടെ ഫാദറിലോ, ഭാര്യയുടെ പിതാവ് എൻ്റെ സീനിയറായിട്ട് സൗഹൃദമുള്ള വ്യക്തിയാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം SB കോളേജിൽ യൂണിയൻ ചെയർമാനായിട്ട് മത്സരിച്ചപ്പോൾ വോട്ട് പിടിക്കാൻ ഇറങ്ങി നടന്ന ഒരു ജൂനിയർ വിദ്യാർത്ഥിയായിരുന്നു ഞങ്ങളെല്ലാവരും. അതിനുശേഷം അദ്ദേഹം IAS കിട്ടി. അദ്ദേഹം പക്ഷേ ഔട്ട്സൈഡ് കേരള ആയിരുന്നുകൊണ്ട്, രാജസ്ഥാൻ കേട്ടല്ലേ, രാജസ്ഥാൻ കേരളായിരുന്നുകൊണ്ട് കുറെ കാലത്തേക്ക് ഞങ്ങൾ ബന്ധമില്ലായിരുന്നു. അടുത്ത കാലത്ത് വീണ്ടും ബന്ധം പ്രസ്താവിച്ചു. പക്ഷെ അദ്ദേഹം എന്നെ സംബന്ധിച്ച് എൻ്റെ റൈറ്റിംഗ് കരിയറിൽ പോലും എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്.
പക്ഷെ അദ്ദേഹം ഒരു വളരെ ശാന്തനായ ഒരു വ്യക്തിയാണ്. അദ്ദേഹം ഇതുപോലുള്ള ഒരു ഫൈറ്റിനൊന്നും തയ്യാറാവുന്ന ഒരാളല്ല. ഉം. അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ നിലപാടാണ് താങ്കൾക്ക് താങ്കൾ ഇങ്ങനെ ഫൈറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് അദ്ദേഹത്തിന്റെ നിലപാട് എന്താ? അദ്ദേഹം താങ്കളോട് ഈ പ്രോത്സാഹനം തരികയാണോ അതോ എന്താണ് ഒരു ഒരിക്കലും ഇല്ല. എന്റെ പിന്നെ സമരങ്ങൾ ആവശ്യമില്ല എന്നുള്ള അഭിപ്രായക്കാരനാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പക്ഷെ അത് ഒരുപക്ഷെ പിന്നെ മകളുടെ ഭർത്താവായതുകൊണ്ടുകൂടെ ആയിരിക്കാം. പക്ഷെ ഞാൻ വീട്ടിലെങ്ങനെ സമരങ്ങള് തുടങ്ങുമ്പോൾ ഞങ്ങൾ അല്ല അതല്ല വ്യക്തിപരമായിട്ടല്ല മകളുടെ ഭർത്താവിന്റെ സുരക്ഷിതത്വം. സ്വാഭാവികമായിട്ടും അപ്പൊ അച്ഛന്റെ സ്ഥാനത്താണല്ലോ. അപ്പൊ ഏത് അച്ഛനാണെന്നുണ്ടെങ്കിലും പിന്നെ ഒരു സമര പ്രക്ഷോഭത്തിൽ നിൽക്കുമ്പോൾ അത് ഡിസ്കറേജ് ചെയ്തിട്ട് അത് വേണോ എന്നുള്ളൊരു ചോദ്യം. ബട്ട് ദെൻ വി ഹാവ് ഗ്രോൺ ഇൻഡിപെൻഡന്റ് ഓഫ് വൺ അനദർ. നൗ ഹി നോസ്. ഞാൻ അദ്ദേഹത്തിനെ അങ്ങനെ ആശ്രയിച്ചു. വളരെ ജൂനിയർ ആയിരുന്ന സമയത്ത് നിർദ്ദേശങ്ങളും ചിലപ്പോൾ സഹായമൊക്കെ ചോദിക്കും എന്നുള്ളതല്ലാതെ ഞാൻ കരിയറിലേക്ക് ഗ്രൗണ്ട് ചെയ്തപ്പോൾ ഞാൻ ബുദ്ധിമുട്ടിക്കാൻ പോകാറില്ല. എന്ത് പ്രയാസം ഇതിനകത്തുണ്ടായാലും ഞാൻ എടുക്കുന്ന ഒരു പ്രിൻസിപ്പിൾ അദ്ദേഹത്തെ കൊണ്ട് ആരെടുത്തെങ്കിലും സംസാരിപ്പിക്കാനായിട്ട് യു സഫർ ഓൺ യുവർ ഓൺ എന്നുള്ളതാണ്. അത് ശരിയാകത്തില്ല. അത് ഈ സിസ്റ്റത്തിൽ ശരിയാകത്തില്ല. അദ്ദേഹം തന്നെ ശ്രീ കെ എസ് മണി തന്നെ എന്റെ അടുത്ത് ഒന്നുകൊണ്ടോ സംസാരിച്ചപ്പോഴത്തേക്ക് എന്നോട് പറഞ്ഞു, ജോൺ അശോകനോടൊന്ന് സംസാരിച്ചിട്ട് കുറച്ചുകൂടെ ഒക്കെ ഒന്ന് മയപ്പെടുത്തുക എന്ന് പറയണമെന്ന്. അപ്പൊ ഞാനത് താങ്കളോട് പറയുകയും ചെയ്തു. അപ്പൊ താങ്കൾ പറഞ്ഞു, ഞാൻ എവിടെ എന്ത് മയപ്പെടുത്തണമെന്ന്, ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു തിരുത്താം എന്നാണ് എന്നോട് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പക്ഷെ എന്നാലും ഞാൻ ചോദിക്കുകയാണ്, ഇപ്പോ ട്രൈബ്യൂണലിൽ താങ്കൾ പോയി, താങ്കൾക്ക് അനുകൂലമായിട്ട് ആണ് വിധി വന്നത്. താങ്കൾക്ക് 3 തവണ സ്ഥലം മാറ്റത്തിനെതിരായിട്ട് എല്ലാം താങ്കൾ കോടതിയിൽ പോയി, എല്ലാം താങ്കൾക്ക് അനുകൂലമായിട്ടാണ് വിധി വന്നത്. അതിന്റെ അർത്ഥം താങ്കളുടെ ഭാഗത്താണ് ശരിയെന്നുള്ളത്. പക്ഷേ ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരു സ്വസ്ഥത ആഗ്രഹിക്കില്ലേ? ഒരു വശത്ത് നമ്മൾ ഈ പണിയെല്ലാം ചെയ്യണം. താങ്കളെ സംബന്ധിച്ച് ഞാൻ കണ്ടുള്ള സംഗതി, താങ്കളുടെ വിഷയത്തെ മാത്രമല്ല എല്ലാ വിഷയവും സൂക്ഷ്മമായി ശ്രദ്ധിക്കുന്നത്. അതായത് ഒരു മുഖ്യമന്ത്രി ശ്രദ്ധിക്കേണ്ടതുപോലെ, അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷ നേതാവ് ശ്രദ്ധിക്കേണ്ടതുപോലെ ഒരു ഭരണത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. ഇപ്പൊ ശബരിമല വിഷയത്തിൽ എന്താണ് നടന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ട് അവിടുത്തെ റിപ്പോർട്ട് എന്താണെന്ന് വരെ താങ്കൾ പഠിച്ചിട്ടുണ്ട്. ശ്രമിക്കും. അതൊരു സവിശേഷമായ ഒരു കഴിവാണ്. ഇതിലുള്ള താല്പര്യവും ഒരു ഗവൺമെന്റ് എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ച് വളരെ ശ്രദ്ധിക്കുകയും അതിനെ വിലയിരുത്തുകയും അതിൽ കറക്ഷൻ വരുത്താൻ ശ്രമിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് തിരുത്താൻ ശ്രമിക്കുന്നത് നല്ലതിന് വേണ്ടിയാണ്. കാരണം ഇലക്ട്രിസിറ്റി ബോർഡിൽ താങ്കൾ ചെയ്ത ഓരോ കാര്യവും ഇലക്ട്രിസിറ്റി ബോർഡ് നന്നാക്കാൻ വേണ്ടിയാണ്. അല്ലാതെ താങ്കളുടെ പദവി അവിടെ ഇരുന്ന ശമ്പളം ഇത് ചെയ്യാതിരുന്നോണ്ട് ശമ്പളം കുറയത്തില്ല, പ്രൊമോഷൻ കൂടത്തില്ല, ഒരു സംഗതിയില്ല. അവസാനം ഒരുപക്ഷെ എല്ലാം കഴിയുമ്പോൾ CR റിപ്പോർട്ടിൽ ഒരു കുറിപ്പ് നെഗറ്റീവായിട്ട് വരാനാണ് സാധ്യത. സിയറൊക്കെ നല്ലപോലെ അല്ല തന്നുമല്ലേ, അത് ഭാഗ്യം. കഴിവിനെ അംഗീകരിക്കാതിരിക്കുന്നില്ല എന്നുള്ളത് നമ്മുടെ ഗവൺമെന്റ്. പക്ഷെ CR മോശമാക്കിയ ചരിത്രമുണ്ട്, നശിപ്പിക്കാൻ വേണ്ടി എഴുതിയിട്ടുണ്ട്. പക്ഷെ ഞാൻ വിചാരിക്കുന്നുണ്ടല്ലോ, ഇതുപോലുള്ള ഒരു സർവീസ് എന്നൊക്കെ പറയുന്നത് ഈ IAS-ന്റെ ഒക്കെ ഒരു ക്ലാസ് എന്ന് പറയുന്നത് ഇതെല്ലാം ഒറിജിനേറ്റ് ചെയ്തത് പഴയ ഈ ബ്രിട്ടീഷ് സമയത്ത് ഹാലിസ്ബറി കോളേജിലും ഓക്സ്ഫോർഡ് കേംബ്രിഡ്ജ് ഗ്രാജുവേറ്റ്സ് ആയിരുന്നു. ഇപ്പം നമ്മൾ അവരുടെയൊക്കെ ഫയലുകളും അവരുടെ റൈറ്റിങ്സും എല്ലാം ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും. ഇവിടുന്ന് പോയ ആരൊക്കെയാണ്? മറ്റേ നമ്മുടെ നേതാജി സുഭാഷ് ബോസ്ജിയുടെയൊക്കെ കാലിബറുള്ള ആൾക്കാരാണ് അന്നത്തെ ICS എഴുതി ജയിച്ചത്. അപ്പം അവരുടെയൊക്കെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ അവരെല്ലാം വളരെ ബ്രോഡ് ജനറലിസ്റ്റുകളായിരുന്നു. നമ്മൾ ഇന്ന് കാണുന്ന ഞാനടക്കമുള്ള നാരോ ടെക്നിക്കൽ ഗ്രാജുവേറ്റ്സ് അല്ല, മാനേജ്മെന്റ് ഗ്രാജുവേറ്റ്സ് അല്ല. ഞാനിതൊന്നും മോശം ഡിസിപ്ലിൻ ആണെന്നല്ല പറയുന്നത്. പക്ഷെ അവര് ക്ലാസിക്സിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് വന്നതുകൊണ്ട് അവരെല്ലാം ഫിലോസഫേഴ്സ് ആയിരുന്നു. അപ്പൊ ഇതിപ്പോ ഇപ്പൊ പറയുന്നില്ല, നമ്മുടെ ഇന്ത്യൻ എവിഡൻസ് ആക്ട് എന്ന് പറയുന്നത്, പിന്നെ ഇദ്ദേഹം ബാബിങ്ടൺ മക്കോളെ ഇതുപോലെ 22 വയസ്സ് കണ്ടുള്ളപ്പോൾ അവിടുന്ന് ഹാലിസ്ബറിയിൽ നിന്ന് ഡെസ്പാച്ച് ചെയ്ത് ഇവിടെ വന്ന ഒരു പിന്നെ ICS ഓഫീസറാണ്. അപ്പൊ അന്ന് ജുഡീഷ്യറി എക്സിക്യൂട്ടീവ് ഒന്നാണ്, കൽക്കട്ടയിലാണ് ഈ ബാബിങ്ടൺ മക്കോളയുടെ ഹെഡ്ക്വാർട്ടർ. അപ്പൊ അദ്ദേഹത്തിന്റെ ആദ്യത്തെ മീറ്റിംഗിൽ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ ഡിസ്ട്രിക്ട് ജഡ്ജസ് അവരും ബ്രിട്ടീഷുകാരും ഉണ്ട്, ഇന്ത്യക്കാരും ഉണ്ട്, സബോർഡിനേറ്റ് ജുഡീഷ്യറി അദ്ദേഹത്തിന്റെ അടുത്ത് എന്ന് പറഞ്ഞു, ഹി വാസ് ദ മെമ്പർ ഇൻ ലോ ഇൻ ദ വൈസ്രോയ്സ് കൗൺസിൽ. അവിടെ ചെന്ന് പറഞ്ഞു, ഇന്ത്യയിൽ തെളിവെടുപ്പിന് ഒരു നിവൃത്തിയില്ല, കാരണം മുഹമ്മദീയന്മാര് ഒരു സാധനമാണ് തെളിവായിട്ട് കണക്കാക്കുന്നത്, ഹിന്ദുക്കളുടെ തെളിവല്ല. അപ്പൊ ഇങ്ങനെ ഗോത്രവർഗ്ഗക്കാർക്ക് ഇത് തെളിവായിട്ട് അഡ്മിറ്റ് ചെയ്യത്തില്ല. അപ്പൊ ഇങ്ങനെ ഒരു സ്ട്രെയിഞ്ച് സിറ്റുവേഷൻ ആണെന്ന് പറഞ്ഞു. അതെയോ എന്ന് ചോദിച്ചിട്ട് അദ്ദേഹം വളരെ പ്രശസ്തമായിട്ട് പറയുന്ന, അദ്ദേഹം ഒരു ബോട്ടിൽ വൈൻ എടുത്ത് അവിടെ വെച്ചിട്ട് അന്ന് രാത്രി മറ്റേ തൂവൽ പേനയും ഒരു സ്ക്വയർ പേപ്പറുമായിട്ട് അന്ന് രാത്രി ഇരുന്ന് പുലർച്ചെ അദ്ദേഹം സെക്ഷനിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ക്യാമ്പ് ക്ലർക്കിന് കൊടുത്ത കടലാസാണ് ഇന്നത്തെ ഇന്ത്യൻ എവിഡൻസ് ആക്ട്. ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ടിൽ ഒരു അമെൻമെന്റും കാര്യമായിട്ട് ചെയ്തിട്ടില്ല. കാരണം ആ ആക്ട് പഠിച്ചാൽ നമുക്ക് മനസ്സിലാവും, നമുക്ക് പഠിക്കേണ്ടി വരുന്ന ഒരു ആക്ടാണ്. അത് പ്യുവർ ഫിലോസഫിയാണ്. എന്ത് തെളിവാകുന്നു എന്നുള്ളതാണ് അങ്ങേരുടെ അന്വേഷണം, എന്ത് തെളിവല്ല.
തെളിവിനെ എങ്ങനെ സ്വീകരിക്കാം, തെളിവിനെ എങ്ങനെ റിജക്ട് ചെയ്യാം, അതിന്റെ ഒരു ക്രിസ്പ് ഡ്രാഫ്റ്റ് ആണ്. ഇപ്പോഴുള്ള ഒരു സിവിൽ സർവന്റിന് ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഒന്നേന്ന് ഡ്രാഫ്റ്റ് ചെയ്യാൻ ഒക്കത്തില്ല. ഇയാളൊരു ഭയങ്കര പോളിമാത്ത് ആയിരുന്നു എന്ന് പറഞ്ഞാൽ മിൽട്ടന്റെ പാരഡൈസ് ലോസ്റ്റ് ഒക്കെ അയാൾ അവസാനത്തെ വരി തൊട്ട് മറ്റേ ക്ലാസ്സിൽ ഈ ഗ്രാമർ സ്കൂളിൽ ഒന്നാമത്തെ വരി തൊട്ട് അവസാനം വരെ ആളുകൾ ചൊല്ലി തുടങ്ങുമ്പം ഇയാൾ എഴുന്നേറ്റ് നിന്നിട്ട് അവസാനത്തെ വരി തൊട്ട് ആദ്യത്തെ വരി വരെ പറയും. അത്രയ്ക്കൊരു വെഴ്സറ്റൈൽ പോളിമാത്ത് ആയിരുന്നു. അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാരാണ് ഇപ്പൊ വില്യം ലോഗൻ 26 വർഷം മലബാർ കളക്ടർ, 26 വർഷത്തിൽ വരെ മലബാറിലുണ്ടായിരുന്നു കളക്ടറായിട്ട്. 26 കൊല്ലം അവിടെ കറങ്ങിയോണ്ടാണ് പുള്ളി ലോഗൻസ് മാനുവൽ എഴുതിയത്. ലോഗൻസ് മാനുവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ മറ്റേ ചെടി, പൂവ്, കായ്, അത് തൊട്ട് മനുഷ്യരുടെ രീതി വരെ മലബാർ. പക്ഷേ ഇതൊന്നും പഠിച്ചിട്ടല്ല നമ്മളുടെ ജനപ്രതിനിധികൾ മന്ത്രിമാരായിട്ട് വരുന്നത്. അവരെ സംബന്ധിച്ച് അവർ ജനങ്ങളുമായിട്ടുള്ള ബന്ധം മാത്രമേ അവർക്കുള്ളൂ. അപ്പോൾ നമ്മൾ നിയമവും ചട്ടവും ഒക്കെ പറഞ്ഞുകൊണ്ട് ചെല്ലുമ്പോൾ പലപ്പോഴും മന്ത്രിമാർ പറയും എനിക്ക് നിയമവും ചട്ടവും ഒന്നും അറിയണ്ട, ഈ കാര്യം നടക്കണമെന്ന് നിർബന്ധം പിടിക്കുന്നത്. അങ്ങനെ ആരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല കേട്ടോ, അത്രയും ക്രൂഡായിട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. അവർക്ക് ഇൻട്രസ്റ്റുകളുണ്ട്, അവരുടെ ഇൻട്രസ്റ്റ് ഇത്തിരി ഷോർട്ട് ടേം ആണ്. പക്ഷെ നമ്മൾ പെയിൻസ് ടേക്കിംഗ് ആയിട്ട് ഇപ്പം ഞാൻ വർക്ക് ചെയ്ത മന്ത്രി ശ്രീ പ്രസാദ് വളരെ പേഷ്യൻ്റ് ആയിട്ട് ലിസൺ ചെയ്യും. ചില ഫയലുകളിൽ അദ്ദേഹം എൻ്റെ അടുത്ത് പറയുകയും ചെയ്യും, എനിക്ക് മനസ്സിലായി വാട്ട് യു വാണ്ട് ടു ഡു ബട്ട് ഐ ഹാവ് അതർ. പക്ഷെ ധാർഷ്ട്യമുള്ള ചില മന്ത്രിമാരുണ്ട്. എനിക്ക് ഇന്ന് വരെ ഭാഗ്യവശാൽ അയ്യോ മണിസാറിന്റെ കൂടെ ഞാൻ വർക്ക് ചെയ്തു. പക്ഷെ അത് ഏറ്റുമുട്ടിയിട്ടുണ്ട്. ഇല്ല എന്നെ വിമർശിച്ചിട്ടുണ്ട്. അത് ഞാൻ ബോഡി ഇരുന്നപ്പോ. അതിപ്പോ നമ്മളിപ്പോ ഇടതുപക്ഷ യൂണിയൻകാർ ചെന്ന് ഞങ്ങളെ ഉപദ്രവിക്കുന്നു എന്ന് യൂണിയൻകാർ പറയുമ്പോൾ എന്നിട്ട് പോലും എന്നോട് വളരെ ഒരു തൂവാലുണ്ട്, ഒരു സ്വേച്ഛാധിപതിയാണെന്നോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അദ്ദേഹത്തിന്റെ പവർ സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഞങ്ങള് പിന്നെ എന്താണ് ഒരു അനന്തരവനും അമ്മാവനും തമ്മിലുള്ള ഊഷ്മളമായിരുന്നു ബന്ധം. അത് മാത്രമല്ല, അദ്ദേഹത്തിനെ പറ്റി ഞാനൊരു കാര്യം പറയാം. മണിയാശൻ വളരെ ജെന്യൂനായ ഒരു വ്യക്തിയാണ്. ഈ വാക്കിലുള്ള പാരുഷ്യവും കാലുഷ്യവും കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു പ്രശ്നമുണ്ടല്ലോ, ആ ഒരു മസിൽ പിടുത്തം അല്ല. വാക്കിൽ മോശമാകുന്ന എല്ലാരും ജെന്യൂൻ അല്ല. പക്ഷേ യു ക്യാൻ വർക്ക് വിത്ത് ഹി വിൽ റെസ്പെക്ട് യുവർ അഡ്വൈസ്. അപ്പൊ ഞാനതിൽ സിമ്പിൾ ആയിട്ടുള്ളൊരു കാര്യം പറയാം. മണിയാശന്റെ കൂടെ വർക്ക് ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ കണ്ട ഒരു പെക്യുലാരിറ്റി എന്ന് പറയുന്നത്, ആശൻ 2-2.5 ദിവസമായിട്ട് വേണ്ടെന്ന് നിൽക്കത്തുള്ളൂ. വരും പിറ്റേന്ന് തന്നെ വിടും. അപ്പൊ എൻ്റെ അടുത്ത് സ്വകാര്യത്തിൽ പറയും. പിന്നെ എനിക്ക് അവിടെ ഒരുപാട് പാർട്ടി കമ്മിറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. ഈ വൈദ്യുതിയുടെ കാര്യമൊക്കെ ഞാൻ കാണേണ്ടത് എന്നെ അറിയിക്കണം, അത്രേ ഉള്ളൂ. ഇറ്റ് വാസ് ലൈക്ക് ഒരു മാസത്തിന് ശേഷം അദ്ദേഹം എനിക്ക് ഒരു ഫ്രീ റീൻ തന്നെ തോന്നി. പക്ഷെ എന്താ പ്രശ്നം വെച്ചാൽ അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ 1-2 കക്ഷികളുണ്ടായിരുന്നു. അപ്പൊ ഇവര് ചില കർട്ടസീസ് അവർക്ക് കുറവാണ്. ഇപ്പൊ 2ാമത്തെ 3ാമത്തെ തവണ ഇദ്ദേഹത്തിന്റെ മുറിയിൽ ഞാൻ ബ്രീഫ് ചെയ്യാൻ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഒരു സെക്രട്ടേറിയറ്റിലെ ഒരു അലിഖിതമായ ഒരു നിയമമാണ്, സെക്രട്ടറി മിനിസ്റ്റർ അടുത്ത് വന്നു കഴിയുമ്പോൾ മറ്റുള്ളവരൊന്ന് വിഡ്രോ ചെയ്യാനുണ്ടല്ലേ. അത് കാരണം സെക്രട്ടറിക്ക് ചിലപ്പോൾ സ്വകാര്യമായ ചില കാര്യങ്ങൾ പറയാനുണ്ടാവും. അപ്പൊ ഒരു 10 മിനിറ്റ് ദേ ഷുഡ് വിഡ്രോ എന്നുള്ളതാണ്. പക്ഷെ ഞാൻ മണിയാശന്റെ അടുത്ത് കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ ബ്രീഫ് ചെയ്യാൻ അവിടെ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഉടനെ 2 വാതിലും തുറന്നൊരു 3 പേര് അവിടെ വന്ന് കയറി 2 സൈഡിൽ കൂടെ. അപ്പൊ എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫാണ്. ആൻഡ് എനിക്ക് കിട്ടിയ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ദേ ഹാഡ് ഡിസൈഡഡ് ദാറ്റ് ദേ വിൽ ഷെപ്പേർഡ് ദ മിനിസ്റ്റർ. ദേ വിൽ ഷെപ്പേർഡ് ദ ഡയറക്ഷൻ ഉണ്ടാവും. ചിലപ്പോൾ ഉണ്ടായിരിക്കാം. അപ്പൊ എനിക്ക് ഔട്ട് ഗോയിങ് സെക്രട്ടറി എന്റെ അടുത്ത് പറഞ്ഞായിരുന്നു, മന്ത്രി ഒറ്റയ്ക്ക് കിട്ടത്തില്ല, വീട്ടിൽ പോയി കാണേണ്ടി വരും. ഞാൻ പറഞ്ഞു ഞാൻ വീട്ടിലൊന്നും പോകാൻ ഉദ്ദേശിക്കുന്നില്ല, ഐ നോ ഹൗ ടു ഡീൽ വിത്ത് ദിസ് എന്ന് പറഞ്ഞു. അപ്പൊ അവർ ഈ പ്രശ്നം ഉണ്ടെന്ന് സൂചിപ്പിച്ചായിരുന്നു. അപ്പൊ 3ാമത്തെ വട്ടം ഞാൻ അകത്ത് കയറിയപ്പോഴും 2 വാതിൽ തുറക്കുന്നു, 3 പേര് അവിടെ വന്നിരിക്കുന്നു. അപ്പൊ ഞാൻ അപ്പോഴേക്കും മണിയാശനോട് എനിക്കൊരു നല്ല വർത്തമാനമായതുകൊണ്ട് ഞാൻ മണിയാശനോട് ഇവരൊക്കെ ആരാ? മണിയാശൻ പറഞ്ഞു, ഓ എന്റെ പേഴ്സണൽ സ്റ്റാഫാ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ജോലിയൊന്നും ഇല്ലേ? അല്ല ഞങ്ങൾ ഇവിടെ. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ജോലിയില്ലേ, നിങ്ങൾ നിങ്ങളുടെ റൂമിൽ പോയിരിക്കും, ഞാൻ മിനിസ്റ്റർ ബ്രീഫ് ചെയ്യട്ടെ എന്ന് പറഞ്ഞു.